ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട്. മുസ്ലിയാരെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ, ഖുർആനും ഹദീസും മൻഹജ് സലഫ് അനുസരിച്ച് താങ്കൾ ഓതിയ ആയത്ത് യൗമയഹ്ശുറുഹും ജമീഅൻ യാ മാശറൽ ജിന്നി എന്ന് തുടങ്ങി റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ ഫബലഗനല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ ഈ ആയത്തിൽ പ്രവാചകൻ അങ്ങനെ വിശദീകരിച്ചു കൊടുത്തോ, സഹാബത്ത് മനസ്സിലാക്കിയോ, അതാണ് ഉദ്ധരിക്കേണ്ടത്. ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തഖ്സതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീതു ശിർക്കായതിന് 1 ആയത്തും ഓതി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ റബ്ബനസ്തംതഅ ബഅദുനാ എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാഉം പെട്ടു, വസീലയായ ഇസ്തിംതാഉം പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. ഏതാനായ ഫൈസൽ മുസ്ലിയാരെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്, ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലേ? റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി, ഏത് താബി മനസ്സിലാക്കി, ഏത് തബഉ താബി മനസ്സിലാക്കി? കിതാബ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, കിതാബ് വായിച്ചെന്ന പോരെ. അപ്പോ എന്റെ ചോദ്യം അത് തന്നെയാണ്. ആ ചോദ്യങ്ങൾ കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് എങ്കിൽ ആവർത്തിക്കുന്നു. ഈ ആയത്തിനെ സംബന്ധിച്ച് റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിനെ സംബന്ധിച്ച് അമാനി മൗലവി എന്താണ് വിശദീകരിച്ചത് എന്ന് മാന്യ ശ്രോതാക്കളെങ്കിലും കേൾക്കുക. ജിന്നുവർഗക്കാരായ പിശാചുക്കൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകളും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചുകൊണ്ടിരിക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കാൻ പിശാചിന്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ചറിയിക്കുകയാണല്ലോ. മനുഷ്യരാകട്ടെ അവരുടെ ദുരുപയോഗങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരിൽ അദൃശ്യശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ടുള്ള ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിന്റെ സാരം. അതല്ലാതെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഇതില് ഈ ഇസ്തിംതാഇല് പിന്നെ വസീലത്ത് ശിർക്കാവുന്നതുണ്ട്, വസീലത്ത് ശിർക്കാവാത്തതുണ്ട് എന്നല്ല അമാനി മൗലവി പറഞ്ഞത്. അപ്പോ ആകെ വായിക്കാനായിട്ട് മലയാളമാണല്ലോ, അതുകൊണ്ട് അമാനി പരിഭാഷ എടുത്തു. എന്താ അവിടെ വായിച്ചതെന്താ? അദൃശ്യശക്തികളും ദിവ്യത്വവും ആർക്ക്? ജിന്നുകൾക്ക്. അവരിൽ അദൃശ്യശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിന് സാരം മനസ്സിലായല്ലോ. അദൃശ്യശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവർക്ക് വഴിപ്പെട്ടോ എങ്കിൽ അതാണ് ശിർക്ക്. ദിവ്യത്വം കൽപ്പിക്കുന്നില്ലെങ്കിലോ അദൃശ്യശക്തി എന്ന് കണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിലോ ആ വക യാതൊരു വിശ്വാസം ഇല്ലെങ്കിലോ അമാനി മൗലവി ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല, ഇസ്തിംതാ മാത്രമാണോ? നിങ്ങൾക്ക് ആ പരിഭാഷ അറിയുന്നതായിരിക്കാം. പക്ഷേ ആ ഇസ്തിംതാ എന്തെല്ലാമുണ്ട് ഈ അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് വായിച്ച അതേ ആശയം തന്നെ വിശദീകരിച്ച ഖുർആൻ വ്യാഖ്യാതാക്കള്, മഹാന്മാരായ മുഫസ്സിറുകള്, ആ മുഫസ്സിറുകൾ ഇസ്തിംതാ എന്തെല്ലാം പറഞ്ഞു. മൂപ്പരാകെ വായിച്ചു പഠിച്ചത് ഒരു അമാനി പരിഭാഷ, അതെന്നെ മര്യാദക്കിട്ട് വായിക്കാൻ പഠിച്ചിട്ടില്ല. എന്താ മുൻഗാമികൾ പറഞ്ഞത്? ഇമാം ഖുർത്തുബിയുടെ തഫ്സീറാ വായിക്കുന്നത്. നീ ഏതാണെന്ന് അറിയാവേണ്ട. ഖുർത്തുബി പറയുന്നു ഏതൊക്കെയാണ് ഈ ഇസ്തിംതാ, ഈ പറഞ്ഞ അമാനി മൗലവി പറഞ്ഞ ആ വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. ശേഷം പറയുന്നു അത് മാത്രമല്ല ഇസ്തിംതാ, പിന്നെന്താ ഇസ്തിംതാ? വതലദ്ദുൽ ഇൻസി ബിഖബൂലിഹിം മിനൽ ജിന്നി ഹത്താ സനൗ വശരിബുൽ ഖുമൂറ ബിഇഗ്വാഇൽ ജിന്നി ഇയ്യാഹും.
ജിന്നുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ മദ്യപിക്കുന്നു, അത് ഇസ്തിംതാ ആണ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ വ്യഭിചരിക്കുന്നു, അത് ഇസ്തിംതാ ആണ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി സിഹറും കഹാനത്തുമായി പോകുന്നു, അതും ഇസ്തിംതാ ആണ്. അപ്പോൾ ഇസ്തിംതാ പല രൂപത്തിലുണ്ട്. മാത്രവുമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഇസ്തിംതാ വിശദീകരിച്ചപ്പോൾ ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ, പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം, പക്ഷെ തിരിച്ചു തരണം എന്നേയുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും പറഞ്ഞത് ജിന്നിനോടുള്ള സഹായ തേട്ടം അത് വസീലത്ത് ശിർക്കാണ് എന്ന് എവിടെയാണ് ഖുർത്തുബിയിൽ പറഞ്ഞത്? ഇവിടെ ഞങ്ങളുടെ ചോദ്യം എന്താ? നിങ്ങൾ ഓതി ആയത്ത് റബ്ബനസ്തംതാ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് ബാക്കി വായിച്ചു നോക്ക്. وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها. നരകത്തിൽ നിത്യവാസികളായി കഴിയുന്ന അവരുടെ സങ്കേതത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതല്ലാതെ ദിന ചെയ്താലുണ്ടാകുമ്പോ അതിന്റെ ഇസ്തിംതാഅത്ത്, അതിലുള്ള ഇസ്തിംതാഅ് അത് വസീലത്ത് ശിർക്കാണോ, അത് ശിർക്കാണോ, അതല്ല, അതൊക്കെ നമുക്ക് വേറെ സംവാദം വെക്കാം. ജിന്നുകളോട് സഹായം ചോദിക്കുന്നതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഖുർത്തുബി എവിടെയാണ് അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത്? അതാണ് മുസ്ലിരെ കൊണ്ടുവരേണ്ടത്. പിന്നെ വരുന്നുണ്ട്, നീ ഇസ്തിയാനത്ത് വരുന്നുണ്ടോ? അങ്ങനെ തന്നെ സമ്മതിക്കല്. ഇസ്തിംതാഴ് വരുന്നുണ്ട്, അതല്ല നമ്മളെ വിഷയം. ഇസ്തിയാനത്ത് കണ്ടിട്ടുണ്ടോന്നാ. നിങ്ങൾ ഇസ്തിംതാഴ് നാത്തോതി എന്തിനാ? നിങ്ങൾ എന്തിനാ അമാനി മൊഴി വായിച്ചത്? അമാനി പരിഭാഷ വായിച്ചത് എന്തിനാ? ദിവ്യത്വം കൽപ്പിക്കാനുള്ള പെട്ട ഇസ്തിംതാഴ് അത് വരുന്നുണ്ടോ? അത് വരുന്നുണ്ടോ? ദിവ്യത്വം കൽപ്പിക്കുന്ന ഇസ്തിംതാഴ് പലതുണ്ട് എന്നാണോ? എന്താ സുല്ലമി ഇപ്പൊ തന്നെ നിങ്ങളായാലോ? ഇനിയിപ്പോ എനിക്ക് 5 ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾ ബാക്കി വേണ്ട ഉത്തരം പറയാന് നിങ്ങൾ ഇപ്പൊ തന്നെ ഇടങ്ങാറാകല്ലേ? അപ്പൊ ഏതായാലും ഇസ്തിംതാഴ് പലതുണ്ട് ഇപ്പൊ ഏതായാലും സുല്ലമിക്ക് ബോധ്യപ്പെട്ടു. സുല്ലമി ആ ഇസ്തിംതാഴിന്റെ ഭാഗം തന്നെയാണ് ഇസ്തിആനത്ത്. ഇസ്തിംതാഴിൽ പെട്ടു ഇസ്തിആനത്ത് ഇല്ല എന്നാണോ? നിങ്ങൾക്ക് ഇസ്തിംതാവ് അറിയില്ല, ഇസ്തിആനത്തും അറിയില്ല എന്നല്ലേ മനസ്സിലാക്കല്? ഇസ്തിംതാഴ് എന്താ? പരസ്പരം ഉപകാരമെടുക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കൽ. അതിൽ വലിയ ഇസ്തിആനത്ത് അതിന് വലിയ സഹായം ആവശ്യപ്പെട്ടത്. സഹായം ആവശ്യപ്പെടുന്നില്ലല്ലോ, ഉപകാരം എടുക്കുക എന്നല്ലേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്തിആനത്ത് പെടില്ല എന്ന് സുല്ലമിനെ വേറെ ആരെങ്കിലും പറയോ? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയോ? അതുകൊണ്ട് ആ വക പോയത്തങ്ങൾ പറയല്ലേ. അപ്പൊ സുല്ലമിക്ക് ബോധ്യപ്പെട്ടു, സുല്ലമി ആ ഇസ്തിംതാഴിന്റെ ഭാഗം തന്നെയാണ് ഇസ്തിആനത്ത്. ഇസ്തിംതാഴിൽ പെട്ടു ഇസ്തിആനത്ത് ഇല്ല എന്നാണോ? നിങ്ങൾക്ക് ഇസ്തിംതാവ് അറിയില്ല, ഇസ്തിആനത്തും അറിയില്ല എന്നല്ലേ മനസ്സിലാക്കണത്? ഇസ്തിംതാഴ് എന്താ? പരസ്പരം ഉപകാരമെടുക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കൽ. അതിൽ വലിയ ഇസ്തിആനത്ത് അതിന് വലിയ സഹായം ആവശ്യപ്പെട്ടത്. സഹായം ആവശ്യപ്പെടുന്നില്ലല്ലോ, ഉപകാരം എടുക്കുക എന്നല്ലേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്തിആനത്ത് പെടില്ല എന്ന് സുല്ലമിനെ വേറെ ആരെങ്കിലും പറയോ? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയോ? അതുകൊണ്ട് ആ വക പോയത്തങ്ങൾ പറയല്ലേ. അപ്പൊ എന്നാലും ശരി, സബബ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ വായിക്കട്ടെ സബബ് എന്താ എന്ന്. ഒരു വാർത്തയിൽ വായിക്കാതെ പോകാൻ വയ്യല്ലോ. ഒരു കാര്യം നേടിയെന്നത് കൊണ്ട് ആ കാര്യം ശരഈയായ സബബാകണമെന്നില്ല, ശരഈയായ സബബാകണമെന്നില്ല, പക്ഷെ കൗനിയായ സബബാണ്. അപ്പൊ ജിന്നുകള് കൗനിയായ സബബാണ്, പ്രാപഞ്ചികമായ നിമിത്തമാണ്. അവരുടെ കഴിവുകൾ ഉണ്ട്, ആ കഴിവ് പ്രകാരം അവർ സഹായിച്ചേക്കാം, അവർ ഉപദ്രവിച്ചേക്കാം. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു പഠിപ്പിച്ചുവോ? ഇല്ല. അതാണ് ശരഈയായ സബബ്. ഉപയോഗിക്കണമെങ്കിൽ അള്ളാഹും റസൂലും അനുവദിച്ചു തരണം, അത് അനുവദിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ വകുപ്പില്ല. അത് സബബ് ശരഈയാണ്. സുല്ലമി, നിങ്ങൾക്ക് സബബ് ശരഈയും സബബ് കൗനിയും പരസ്പരം മാറിപ്പോയി, അല്ലെങ്കിൽ രണ്ടും തലമാറിപ്പോയി എന്നാ സൂചിപ്പിക്കാനുള്ളത്. അപ്പത്തിലുണ്ട്. ഇനി ഞാൻ പഠിപ്പിച്ചുതരാം. അള്ളാഹുവാണ് റാഫിഉം നാഫിഉം എന്ന് ഒരാൾ വിശ്വസിക്കുകയും എന്നിട്ട് അയാൾ ഇല്ലാത്ത സബബിന്റെ പിന്നാലെ പോവുകയും ചെയ്താൽ സബബാണെന്ന് വിശ്വസിച്ചു പോയി, അയാൾ അങ്ങ് ധരിച്ചു പോയി എങ്കിൽ ഫഖദ് ജഅല മാ ലൈസ സബബൻ ശർഇയ്യൻ വലാ ഖദരിയൻ സബബാ, ശർഇലോ ഖദരിയായിട്ടോ രണ്ടുമില്ലാത്ത സബബിനെ ഉപയോഗിച്ചുവെങ്കിൽ വഹാദാ മുഹറമുൻ വകദിബുൻ അല ശർഇ
ശറഇന്റെ മേലുള്ള കളവാണ്, ഇത് ഹറാമാണെന്നാണ്. അപ്പൊ സബബ് പല രൂപത്തിലുണ്ട്. പ്രാപഞ്ചികമായ സബബുണ്ട്, ആ സബബിനുള്ളിലാണ് ജിന്നുള്ളത്, ആ സബബിനുള്ളിലാണ് മലക്കുള്ളത്. അതേപോലെ ആ സബബ് ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. അവിടെയാണ് ശറഇയായ സബബ്. ശറഅ് അംഗീകരിച്ചിട്ടില്ല, ശറഅ് അംഗീകരിച്ചിട്ടില്ല. ഏതുപോലെ മധ്യ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത്. എന്താ ദുർവ്യാഖ്യാനിച്ചത്? ഞങ്ങൾ പറയും ഇതാ കുർത്തുബി ഞാൻ തരാം, കുർത്തുബി ഞാൻ തരാം, നിങ്ങൾ വായിക്കൂ. ഞാൻ വായിച്ച ഭാഗം കുർത്തുബിയിലില്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ, സിനയുമായി ബന്ധപ്പെട്ട്, ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവും വ്യഭിചാരവും വരെ ഈ ഇസ്തിംതാഇന്റെ ഭാഗമായി ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ശിർക്കാണോ? ഈ മദ്യപാനം ശിർക്കാണോ? ഈ വ്യഭിചാരം ശിർക്കാണോ? അത് ദുർവ്യാഖ്യാനാണ്. ധൈര്യണ്ടോ? കുർത്തുബി തരാം, അങ്ങോട്ട് തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇതാ കുർത്തുബി, വേണമെങ്കിൽ നിങ്ങൾ തരാം, നിങ്ങൾ വായിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ, ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ. അല്ലെങ്കിൽ സാലിഷ് പറഞ്ഞ പോലെ എന്ത് കുർത്തുബി തോട്ടുകറിഞ്ഞാള് എന്ന് പറയൂ. ഇസ്തിംതാഉം ശിർക്കല്ലാത്ത ഇസ്തിംതാഉം രണ്ടു തരം ഇസ്തിംതാ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ഒരു ആയത്തുള്ളത് എന്ന് കൃത്യമായി പറയുകയും ശേഷം ഈ ആയത്തിനെ അങ്ങനെ വിശദീകരിച്ച, അങ്ങനെ വ്യാഖ്യാനിച്ച സ്വഹാബിയെ വേണോ, താബിഇയെ വേണോ, താബിഉ താബിഇയെ വേണോ, തഫ്സീർ വേണോ, ചോദിച്ചോളൂ, പറയാം എന്ന് ഒന്നാമത്തെ ചാൻസിൽ നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തു. ശേഷം നാസസുലമി പറഞ്ഞത് നിങ്ങൾ കേട്ടു. തഫ്സീർ വേണോ ചോദിക്കണം എന്നാണ്, അതേപോലെ സ്വഹാബിയെ ചോദിക്കണമെന്നാണ്. അത് എന്റെ ചോദ്യമല്ല, ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുകയും എന്നാൽ അടുത്ത ചാൻസിൽ പിന്നെ അയാൾ അതേ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. അവിടെ കൃത്യമായി വിശദീകരിച്ച സ്വഹാബിയെ നമ്മൾ പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞു, തഫ്സീർ ഖുർത്തുബി പറഞ്ഞു, ഇത് താബിഇയും താബിഉം വേണോ ചോദിക്കൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ചോദിച്ചില്ല. യഥാർത്ഥത്തിൽ എന്താണ് സഹോദരന്മാരെ ആ ഒരു ആയത്ത്? സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ബോധ്യമായപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഫേസ് ഇല്ലാത്ത ബുക്കിലൂടെയും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? കാന്തപുരം മുസ്ലിയാർ ആയത്ത് വ്യാഖ്യാനിച്ചതുപോലെ, നൗഷാദ് ഹസനി ആയത്ത് വ്യാഖ്യാനിച്ചതുപോലെ, ഫൈസൽ മുസ്ലിയാരും ആയത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുപ്രചാരണങ്ങൾ. അവർ പ്രചരിപ്പിക്കട്ടെ, ഇൻഷാ അല്ലാഹ് ആളുകൾ ആ ആയത്ത് പഠിക്കട്ടെ, അവരതിന്റെ വിശദീകരണം അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ ആ ഒരു വചനം, അവിടെ പല തരത്തിലുള്ള ഇസ്തിംതാഴുകളെ ഒന്നിച്ചു പഠിപ്പിക്കുന്ന വചനമാണ്. ആയത്തിറങ്ങിയത് പിശാചിനെ പൂജിക്കുന്ന, ജിന്നുകളെ ആരാധിക്കുന്ന, അവരെ മിത്രങ്ങളായി കാണുന്ന ജ്യോത്സ്യന്മാരും ഗണിതക്കാരും സാഹിര്യങ്ങളുമായ ആളുകളെ കുറിച്ച് തന്നെയാണ് ആ വചനത്തിന്റെ അവതരണം. അഥവാ അവർ ജിന്നുകളെ ആരാധിക്കുകയും ജിന്നുകളെ പൂജിക്കുകയും ജിന്നുകൾക്ക് ദിവ്യത്വം കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരും ഈ ആരാധിച്ച ജിന്നുകളും പരസ്പരം കണ്ടുമുട്ടുകയും അവിടെ ഇവര് പറയുന്ന വിലാപമാണ് അള്ളാഹു അവിടെ പറയുന്നത്. ആ വിലാപത്തിൽ അവര് പറയുന്ന വാക്കെന്താ? റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു റബ്ബേ, ഇപ്പോൾ ഞങ്ങളുടെ അവധിയെത്തി, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു എന്നവര് പറയുമെന്നും റബ്ബ് തിരിച്ചു പറയും, നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങളുടെ സങ്കേതം നരകമാണ്, നിങ്ങൾ ശാശ്വതരാണ്, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്നാണല്ലോ ആയത്തിന്റെ പ്രസക്ത ഭാഗം. അപ്പൊ ഇവിടെ ഈ ഇസ്തിംതാഴ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരമെടുക്കൽ, ഇത് ഏതെല്ലാം തരത്തിലുണ്ട്? ശിർക്കായത് മാത്രമുള്ളൂവെന്നാണോ? അല്ലാത്ത വല്ലതുമുണ്ടോ? ഉണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ഒരാൾക്കും ഇന്നേവരെ തർക്കമില്ല. സ്വഹാബത്ത് തർക്കമില്ല, താബിഈങ്ങൾക്ക് തർക്കമില്ല, തബഉ താബിഈങ്ങൾക്ക് തർക്കമില്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് ആർക്കും തർക്കമില്ല. നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ പുസ്തകം എഴുതിയ നമ്മുടെ നേതാക്കന്മാർക്ക് പോലും ആ വിഷയത്തിൽ തർക്കമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ വചനം നാം അവിടെ ഉദ്ധരിച്ചത്. ഒരിക്കലും ദുർവ്യാഖ്യാനമല്ല. മാത്രവുമല്ല, ഈ ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനം സ്വന്തം മകൾ അർത്ഥം പറഞ്ഞുവെന്നാണെങ്കിൽ ഞാൻ അത്തരക്കാരെ ഇവിടെ വെല്ലുവിളിക്കുകയാണ്. ഇനിയുള്ള ഏതെങ്കിലും ഒരു പ്രസംഗത്തിലോ ഏതെങ്കിലും ഒരു വേദിയോ അവർ പറയട്ടെ, ഈ ഇസ്തിംതാഴ്, ഇവിടെ പ്രയോഗിച്ച ഇസ്തിംതാഴ് ശിർക്കല്ലാത്ത മറ്റൊന്നുമില്ല, എല്ലാം ശിർക്ക് തന്നെ എന്ന് രേഖപ്പെടുത്തിയ ഒരൊറ്റ തഫ്സീർ, ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും ഒരു തഫ്സീർ, അഹ്ലുസുന്നയുടെ ഏതെങ്കിലും തഫ്സീറിൽ ഇസ്തിംതാഴ് എല്ലാം ശിർക്ക് തന്നെയാണ്, ശിർക്കല്ലാത്ത ഇസ്തിംതാഴ് ഇല്ല എന്ന് രേഖപ്പെടുത്തിയ ഒരു തഫ്സീറെങ്കിലും ഈ ആളുകൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ ഞാൻ ഉന്നയിക്കുകയാണ്. ആർക്കും അത് ഏറ്റെടുക്കാം, എവിടെയും അത് ഏറ്റെടുക്കാം, എവിടെയും അവർക്ക് തെളിയിക്കാം. ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. അതേസമയം ആയത്ത് ആരെക്കുറിച്ചാണോ ഇറങ്ങിയത് അവർ ചെയ്ത ഇസ്തിംതാവോ അത് ശിർക്ക് തന്നെയാണ്.
പക്ഷേ അതോടൊപ്പം ഇസ്തിംതാ ഉണ്ട് എന്ന് കിട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുക്കലുണ്ട് എന്ന് കിട്ടി. അവിടെ യാസസുല്ലമിയുടെ സബബ് എന്ന വാദവും യഥാർത്ഥത്തിൽ പൊളിയുകയാണല്ലോ. ജിന്നും മനുഷ്യനും തമ്മിൽ എന്ത് സബബാണുള്ളത്, എന്ത് കാര്യകാരണമാണ് ഉള്ളത് എന്ന ചോദ്യത്തിനു കൂടി ഈ ഒരു ആയത്ത് മറുപടിയാണ്. അതാണല്ലോ ഇസ്തംതഅ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, അങ്ങോട്ടും എടുത്തു ഇങ്ങോട്ടും എടുത്തു എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു കാര്യകാരണം വേണമല്ലോ, ഒരു സബബുണ്ടാകണമല്ലോ. അപ്പൊ പിന്നെ ജിന്നും മനുഷ്യനും തമ്മിൽ സബബില്ല, കാര്യകാരണ ബന്ധമില്ല എന്ന വാദം തന്നെ അതോടുകൂടി പൊളിഞ്ഞു പോയി. അപ്പോൾ അതിനുമുള്ള മറുപടിയായി ഈ ആയത്ത് മാറുന്നു. യഥാർത്ഥത്തിൽ ഈ ആയത്ത് വിശദീകരിച്ച സ്വഹാബിമാർ മുതലുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരെല്ലാം ഈ ഇസ്തിംതാഇനെ പല രൂപങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് നാം ഇവിടെ വായിച്ചു തഫ്സീർ ഖുർത്തുബിയിൽ നിന്ന് ഇബ്നു അബ്ബാസ് തങ്ങളുടെ വിശദീകരണം വായിച്ചു, കൃത്യമായി നമ്മൾ വായിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ആ ഇസ്തിംതാ എത്രമാത്രം വിശദീകരിച്ചു എന്ന് ചോദിച്ചാൽ, പിശാചിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി, പിശാചിന്റെ കൽപ്പനയ്ക്ക് വഴങ്ങി മദ്യപിക്കുകയും വിഭജിക്കുകയും ചെയ്യുന്ന പണികൾ വരെ ഈ ഇസ്തിംതായിൽ അദ്ദേഹം വിശദീകരിച്ചത് ഇമാം ഖുർത്തുബിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിശാച് ഒരു മനുഷ്യനെ ശിർക്കിലേക്കാണ് ആദ്യം പിടിക്കാൻ നോക്കുക. അതിലേക്ക് പിടിക്കാൻ ആവില്ലെന്ന് ബോധ്യമാകുമ്പോൾ പിശാച് അവരെ കുറെ ഹറാമുകൾ ചെയ്യിക്കുന്നു. അങ്ങനെ പിശാചിന്റെ ഏജന്റുമാരോ സിദ്ധന്മാരോ ബീവിമാരോ അതേപോലെ തങ്ങന്മാരോ മുസ്ലിയാക്കന്മാരോ ആയി രംഗപ്രവേശനം ചെയ്യുന്ന ആളുകളെ സമീപിക്കുന്ന ആളുകളിലൂടെ പിശാച് പറഞ്ഞു കൊടുക്കുന്നു ഹറാമായ പല പണികളും ചെയ്യാൻ, അയൽവാസികളുമായി തെറ്റാൻ, മദ്യപിക്കാൻ, വ്യഭിചരിക്കാൻ, അതേപോലെ തോന്നിവാസങ്ങളിൽ മുഴുകാനൊക്കെ പിശാച് ഈ സിദ്ധനിലൂടെ ഇവനോട് കൽപ്പിക്കുന്നു. അങ്ങനെ സിദ്ധൻ ഇവനോട് പറയുന്നു, താങ്കൾ രോഗം മാറണോ, താങ്കൾ ഇന്ന മദ്യപിക്കണം, അല്ലെങ്കിൽ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പല ഹറാമുകളും ഇവനെ കൊണ്ട് ചെയ്യിക്കുന്നു. ഈ ഹറാമ് ചെയ്യിക്കുന്നത് യഥാർത്ഥത്തിൽ പൈശാചികമായ ദുർബോധനത്താലാണ്. ഈ ഹറാം എന്തിനാ ചെയ്യിക്കുന്നത്? ഇപ്പോൾ അവൻ ഹറാം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, അതുവഴി അവന് രോഗത്തിന് ഒരു സമരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ പിറ്റേന്ന് മറ്റൊരു അസുഖവുമായി ഇതേ സിദ്ധനെ വന്ന് കാണുമ്പോൾ അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കും, ബലികർമ്മങ്ങൾ ചെയ്യിക്കും, അള്ളാഹുലാത്തിന്റെ പേര് നേർച്ചർപ്പിക്കും, അള്ളാഹുലാത്തിന്റെ പേര് സത്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ശിർക്കും ചെയ്യിച്ച് കാലാകാലം നരകത്തിന്റെ വിറകാക്കി മാറ്റാൻ പിശാചിന് സാധിക്കും. ആ ശിർക്കിലേക്ക് ഇവനെ കൊണ്ടുപോകാനുള്ള വഴിയായിട്ടാണ് ഈ ഹറാമ് ഇവനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഈ ഹറാമ് ചെയ്യലും ഇസ്തിംതാ ആണ്. ഈ ഹറാമ് ചെയ്യുമ്പോൾ ഇവന് രോഗത്തിന് അല്പം ആശ്വാസം കിട്ടിയേക്കാം. ഈ കിട്ടല് യഥാർത്ഥത്തിൽ പൈശാചികമാണ്. അതാണ് അവിടെ ഇങ്ങോട്ടുള്ള ഉപകാരം. ഇവന് ഹറാമ് ചെയ്യുമ്പോൾ ഈ ഹറാമ് ചെയ്യുന്നത് കണ്ട് പിശാച് ആസ്വദിക്കുന്നു. അതാണ് അവനുള്ള ഉപകാരം. അതാണ് ഇസ്തിംതാ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപകാരം എടുക്കൽ. ഇങ്ങനെ ഉപകാരമെടുത്ത് അടുത്ത സ്റ്റെപ്പിൽ ഇവരെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കുന്നു. ആ ശിർക്ക് ചെയ്യുമ്പോൾ പിശാചിന് ഒരു ആനന്ദം. അതേപോലെ ഈ ശിർക്ക് ചെയ്യുമ്പോൾ ഇവന് ചില സുഖങ്ങളും സൗകര്യങ്ങളും ചില ആശ്വാസങ്ങളും പൈശാചികമായി കിട്ടുന്നു. അവിടെ അവനും ഒരു ആശ്വാസം. ഇതാണ് ഇസ്തിംതാ. ഇങ്ങനെ പല തരത്തിൽ ഇസ്തിംതാ നടക്കുന്നു. ഈ ഇസ്തിംതായിൽ ശിർക്കായി ഇസ്തിംതാ ചെയ്യുന്നുവോ ശിർക്ക് തന്നെ. അതല്ല ഈ ഹറാമുകൾ ചെയ്താലോ, ഈ മദ്യപാനവും ഈ വിചാരവും ആ നിലക്ക് തിന്മകൾ ചെയ്താലോ ശിർക്കാണ് ലോകത്തറിയും പറയുമോ? ഇല്ലല്ലോ, തീർച്ചയാണ്, സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ അങ്ങനെ വിശദീകരിച്ചത്. നാം ഇവിടെ കൃത്യമായി പറഞ്ഞു, ഈ താബിഈ വേണോ, താബിഈ വേണോ, ഞങ്ങൾ തരാം. ഈ തഫ്സീർ ഇല്ല എന്നാണോ? ഇതാ തഫ്സീർ നിങ്ങൾ വായിക്കൂ, രണ്ടുപേരെ കൊണ്ടുവന്നുവല്ലോ കിതാബ് വായിക്കാൻ എന്ന് പോലും നമ്മൾ പറഞ്ഞു. നിങ്ങൾ കേട്ടു ആയത്തിന് വസീല എന്ന തഫ്സീർ ഉണ്ടോ എന്നാ മൂപ്പര് വിചാരം. വസീല എന്ന സാധനം എന്താ? അതും മൂപ്പര് തിന്നിട്ടില്ല. സബബ് തിരിയാത്തത് പോലെ തന്നെ വസീലയും തിന്നിട്ടില്ല. വസീല എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. വസിയത്തു ഷിർക്ക്, ഷിർക്കിലേക്കുള്ള വഴി. വസിയത്തുൽ ഹറാമ്, ഹറാമിലേക്കുള്ള വഴി. അതേപോലെ വസിയത്തുൽ വുജൂബ്, വുജൂബിലേക്കുള്ള വഴി. ഇങ്ങനെയൊക്കെ പലതേക്കും ചേർത്തുപയോഗിക്കുന്ന വാക്ക വസീല. ഏത് കാര്യവും ഷിർക്കിലേക്ക് എത്തിക്കുമോ അതിന് വസിയത്തു ഷിർക്ക് എന്ന് പറയും. ആയത്തുണ്ടോ? പണ്ട് സുന്നാൾ ചോദിച്ചിരുന്നു, നബിദിനാഘോഷം പാടില്ല എന്ന് ആയത്തുണ്ടോ എന്ന് പറഞ്ഞ പോലത്തെ ചോദ്യമായതൊക്കെ. നിങ്ങൾക്കറിയില്ലേ, ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമാണല്ലോ, ഷിർക്കല്ലല്ലോ. എന്തേ കാരണം? അത് വസിയത്തു ഷിർക്കാണ്, ഷിർക്കിലേക്കുള്ള വഴിയാണ്. തസ്വീർ, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ പ്രതിമയുണ്ടാക്കല് അത് ഹറാമാവാൻ കാരണം എന്താ? അത് ഷിർക്കിലേക്കുള്ള വഴിയാ. നീ സുല്ലമി ചോദിക്കണ്ടേ, പ്രതിമ ഉണ്ടാക്കിയ വസിയത്തു ഷിർക്കാൻ ആയത്തുണ്ടോ, ഹദീസുണ്ടോ? ആ ആയത്തോ ഹദീസും ഉണ്ടാവേണ്ട കാര്യമില്ല അവിടെ. മറിച്ച് ഷിർക്കിലേക്ക് എത്തിക്കുമോ? ഏതും വസീലയായി, ഏതും വസീലയായി നാസസുല്ലമി മുജാഹിദ് ഷിർക്കിലേക്ക് എത്തിക്കുന്നുവോ അദ്ദേഹം വസീലത്തു ഷിർക്കാണ്. അത് ആയത്തിന്റെ ആവശ്യമില്ല, ഹദീസിന്റെ ആവശ്യമില്ല. ഷിർക്കിലേക്ക് എത്തിക്കുമോ? അതെല്ലാം വസീല. അതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിക്കുഴച്ചിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കരുത് എന്നാ സൂചിപ്പിക്കാനുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ
പണ്ഡിതന്മാര് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വക ചില മനുഷ്യന്മാര് വരുമെന്ന്. അവരെന്ത് ചെയ്യും? ഇത് രണ്ടും കൂട്ടിക്കൊടുക്കും. ഇല്ല അന്നക സീറമിൽ മുബ്തദിഅതി, ചില മുബ്തദിഉകൾ ഖലതു ബൈനൽ അംറൈനി, രണ്ടും കൂട്ടിക്കൊടുക്കുന്നു. വജഅൽ ഇസ്തിഗാസത ബിൽ മയ്യിതി, മയ്യിത്തോട് ഇസ്തിഗാസയെ അവരാക്കുന്നു. മഅന മുശാബഹൻ ഇസ്തിഗാസ ബിൽ ഹയ്യിൽ ഹാദിരി അലാ മാ യഖദിറു അലൈഹി, ഹയ്യും ഹാദിറും ഖാദിറുമായതിനോടുള്ള ഇസ്തിഗാസയെ മയ്യിത്തോട് ഇസ്തിഗാസ പോലെയാക്കി ചില മുബ്തദിഉകൾ കൂട്ടിക്കൊടുക്കുന്നു. മഅനൽ മുഫാറഖത ബൈനൽ അംറൈനി ലാഹിറത്തുൻ അഖ്ലൻ വനഖല, അഖ്ൽ കൊണ്ടും നഖൽ കൊണ്ടും ഇത് രണ്ടും രണ്ടാണെന്ന് വ്യക്തമാണല്ലോ. ഏത് രണ്ടും? ഹയ്യും ഹാദിറും ഖാദിറുമായതിനുള്ള ചോദ്യവും മയ്യിത്തിനുള്ള ചോദ്യവും ഇത് രണ്ടും രണ്ടാ. പക്ഷേ ഇല്ല അന്ന കസീറൻ മിൽ മുബ്തദിഅ, മുബ്തദിഅയിൽപ്പെട്ട അധികം ആളുകളും എന്ത് ചെയ്യുന്നു? ഖലതു ബൈനൽ അംറൈൻ, ഇത് രണ്ടും കൂട്ടിക്കൊടുക്കുന്നു. നാം നേരെ കണ്ടു ആ കൂട്ടിക്കൊടുക്കല്. അപ്പൊ അത് രണ്ടും ഒരിക്കലും ഒന്നല്ല. ഹയ്യും ഹാദിറും ഖാദിറുമായത് വേറെ, മയ്യിത്ത് വേറെ. അതുകൊണ്ട്